ഹലോ മക്കളെ, നമസ്തേ. A+ ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഓണം എക്സാമൊക്കെ ആവാറായല്ലേ? സോ മിസ്സ് ആദ്യത്തെ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ട്രെയിനിൽ ഷോള് വിൽക്കാൻ വന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ആ പെൺകുട്ടിയും ഇതിലുള്ള പത്നിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഷോൾ बेचने वाले लड़की और पत्नी के बीच हुई വാർത്താലാപ് തയ്യാർ കരോ. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ലടുക്കിയാണ് ആദ്യം പറയുന്നത്. ഇവരിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. സോ ലടുക്കി എന്താ പറയാം, നമുക്കറിയാം അല്ലേ, ഒരു തിങ് വിൽക്കാൻ വരുന്ന ആൾ നമ്മളോട് എന്താ പറയുക ആദ്യം? മാഡം ഷോൾ ലേലോ ബഹുത് സുന്ദർ ഹേ. എന്താണ്? മാഡം ഷോൾ എടുക്കോ, വളരെ ഭംഗിയുള്ള ഷാളാണ്. അപ്പോൾ പത്നി എന്താ പറയുന്നത്? നെഹി ഷാൾ കി ജറൂറത്ത് നെഹി ഹെ. എന്താണ്? വേണ്ട, എനിക്ക് ഷോളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ലടുക്കി എന്താ പറയുന്നത്? മാഡം ഏക് ബാർ ഷാൾ ദേക്കോ, മേരാ പാസ് ബഹുത് സാരെ രംഗ് ഹെ. ജസ്റ്റ് ഒരു തവണ ഒന്ന് നോക്കൂ, എൻ്റെ അടുത്ത് ഒരുപാട് കളേഴ്സിലുള്ള ഷാൾസ് ഉണ്ട്. അപ്പോൾ പത്നി എന്താ പറയുന്നത്? ടീക്ക് ഹെ മുझे ദിക്കാവോ. എന്നാലും ഓക്കെ, എന്നെ കാണിക്കൂ. കിത്തനി കി ഹെ, എത്രയാണ് ഇതിൻ്റെ വില? അപ്പോൾ ലടുക്കി എന്താ പറയുന്നത്? 250 की. 250 മീൻസ് നമ്മൾ പഠിച്ചതാണല്ലേ. പത്നി പറഞ്ഞു ഇത്തിനി മഹങ്കി, ഇത്രയും ഇത്രയും കോസ്റ്റ്ലി ആണോ, ഇത്രയും വിലയുള്ളതോ? ലടുക്കി ജ്യാദാ പീസ് ലോഗി തോ കം കർ ദൂങ്കി. ഒരുപാട് പീസ് എടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ക്യാഷ് ഒന്ന് കുറച്ച് തരാം. അപ്പോൾ പത്നി എന്താ പറയുന്നത്? മുझे ദുഖാൻ കോൽനി ഹേ ക്യാ, ഞാനെന്താ കട തുടങ്ങാൻ പോവുകയാണോ ഇത്രയും ഷോൾ എടുക്കാനായിട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ലടുക്കി എന്താ പറയുന്നത്? ലേ ലോന ബഹനോം അവർ ബാബിയോം കേലിയേ. എടുക്കു ചേച്ചി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ഇൻ ലോസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ പത്നി എന്താ പറഞ്ഞേ? അച്ഛാ 5 പീസ് ലൂ തോ കിത്തിനേക്ക് ദോഗി. 5 പീസ് ഞാൻ എടുത്താൽ എനിക്കത് എത്ര ക്യാഷിന് തരും? അപ്പോൾ ലടുക്കി എന്താ പറയുന്നത്? 200 रुपये पर പീസ് ലേ ലേന ദീദി. 200 രൂപക്ക് ഞാൻ അത് നിങ്ങൾക്ക് തരാം. 250 എന്ന് പറഞ്ഞാൽ 250 റുപ്പീസാണ്, ഇത് 200 റുപ്പീസിന് തരാം. പത്നി നാ 100 रुपये पर പീസ്. അപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് എന്ത് ഒരു 100 രൂപക്കാണെങ്കിൽ മതി എന്നാണ് അപ്പോൾ പത്നി പറയുന്നത്. ദെൻ ലടുക്കി എന്താ പറയുന്നത്? ദീദി 100 तो बहुत कम है. 100 രൂപ എന്ന് പറയുന്നത് വളരെ കുറവല്ലേ ചേച്ചി? അപ്പോൾ പത്നി എന്താ പറയുന്നത്? ചൽ ന തേരി ന മേരി ടേർ 100 पर പീസ്. എന്നാലും ഓക്കെ, നിനക്കും എനിക്കും ഒരു നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? 150 രൂപക്ക് എനിക്കൊരു പീസ് തന്നോളൂ. ടീക്ക് ഹേ ദീദി, ധന്യവാദ്. ഓക്കെ ദീദി, താങ്ക് യു. അപ്പോൾ അവിടെ ആ ഒരു 5 പീസ് ആ കുട്ടി വിറ്റിട്ട് അങ്ങ് പോയി. അപ്പോൾ ഇത് കുറച്ച് ലോങ് ആണ് ഈ കോൺവെർസേഷൻ, വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ആ കുട്ടി വന്നത് മുതൽ അവസാനം വരെയുള്ള ആ ഡയലോഗ്സ് മിസ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലായിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ബുദ്ധിമുട്ട് അതിലുള്ള ആ ലൈൻസ് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതേപോലെ ഈ ലടുക്കി പോയതിന് ശേഷം ഈ പതിയും പത്നിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. റെയിൽഗാഡിക്ക് അനുഭവനെ പതിക്കോ അപ്പിനെ പിതാക്കി യാത് ദിലായി. ഈ ട്രെയിനിൽ ആ പെൺകുട്ടി നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ കുറഞ്ഞ പൈസക്ക് ഷാള് വാങ്ങിച്ച് ആ പെൺകുട്ടിയെ സോ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഈ പതിക്ക് വളരെ സങ്കടം തോന്നി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അച്ഛനെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഉസ് ഗരീബ് ലടുക്കിക്ക് ജാനേക്കെ ബാത് ഉനോനെ ബാത് ജീതക്ക്. അപ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടി പോയതിന് ശേഷം ഈ പതിയും പത്നിയും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. വാർത്താലാപ് കൽപ്പന കർക്കെ ലിഖിയേ. അപ്പം ആ ഒരു വാർത്താലാപ് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊരു വാർത്താലാപ് എഴുതുന്ന സമയത്തും ആ സിറ്റുവേഷൻ നമ്മുടെ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കി അതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ നമ്മൾ ഏറ്റെടുക്കണം. ഓക്കെ, അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ കിട്ടും. ഓക്കെ, ദെൻ ആദ്യം പതി എന്താ പറയുന്നത്? ജസ്റ്റ് ഇമാജിൻ, ആ ഗേൾ അവരുടെ അടുത്തുനിന്ന് പോയി. സോ പതി പറയുന്നത് എന്താണ്? പതി ആദ്യം അവൾ 5 ഷോൾ വാങ്ങിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. സോ പതി പോയിട്ട് പറയുന്നത് എന്താ? തും ഏസാ ക്യോം കർ രഹി ഹോ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? അപ്പോൾ പത്നി എന്താ പറയുന്നത്? ഓ ഏക് ബാർ മേം ഹി ലോട്ട്സ് ഓഫ് മേം മാൻ ഗയി. എന്താണ്? അവൾ ഞാൻ ഒറ്റ തവണ ചോദിച്ച പാടെ അവൾ ഈ ഒരു 150 രൂപക്ക് സമ്മതിച്ചു. ഗലത്തിക്ക്, ഞാനൊരു തെറ്റ് ചെയ്തു. തോടാ തോൾമോൾ ഔർ കർണ ചാഹിയത. എന്താണ്? ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബാർഗെയിൻ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് അത് 100 രൂപക്ക് തന്നെ കിട്ടുമായിരുന്നു അല്ലേ? ആ ഷോളിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പതി എന്താ പറയുന്നത്? ഏസാ കർണേസെ തുമേ ക്യാ ഫായദ ഹുവ. ഇങ്ങനെ ചെയ്തതിൽ നിന്ന് നിനക്ക്
എന്ത് ഫായത എന്ന് പറഞ്ഞാൽ എന്ത് ലാഭമാണ് അല്ലെങ്കിൽ എന്ത് നല്ല കാര്യമാണ് കിട്ടിയത്? പത്നി എന്താ പറയുന്നത്? ക്യാ തും ദേഖ് നഹീം സക്തേ, എന്താ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? കി മേമിനെ 500 രൂപ, അപ്പോൾ അവൾക്ക് എത്ര ലാഭം കിട്ടിയല്ലേ? ഈ ഷോളിന് ഒരു പീസിന് എത്രയാണ് ആ ഗേൾ പറഞ്ഞത്? 250 രൂപയാണ്. അപ്പോൾ 250 രൂപ വെച്ച് 5 ഷോൾ വാങ്ങിക്കുന്ന സമയത്ത് 1250 രൂപ ആ കുട്ടിക്ക് ആവേണ്ടതാണ്, ആ പത്നിക്ക് ആവേണ്ടതാണ് അല്ലേ? സോ ഇവളിങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ട് ഈ 250 എന്നുള്ളത് എത്ര രൂപയ്ക്കാണ് കിട്ടിയത്? 150 രൂപക്കാണ്. അപ്പോൾ 150 രൂപ വെച്ചിട്ട് 5 ഷോളിന് എത്ര രൂപയായി? 750 രൂപയാണ് അല്ലേ? അപ്പോൾ 750 രൂപയിൽ 500 രൂപ, അപ്പോൾ അവൾക്ക് എത്ര ലാഭം കിട്ടിയല്ലേ? അപ്പോൾ പതി എന്താ പറയുന്നത്? ജബ് വഹ് തുമേം ദേ രഹി ദി തോ ഉസ്കി ആംഖേം ഗീലി ദി. അപ്പോൾ അത് അവൾ നിനക്ക് തരുന്ന സമയത്ത് അവളുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടായിരുന്നോ? വോ അന്തർ ഹി അന്തർ രോ രഹി ദി. അപ്പോൾ അവൾ മനസ്സിൽ കരഞ്ഞുകൊണ്ടാണ് നിനക്ക് ആ ഷാള് അത്രയും ക്യാഷിന് കുറച്ച് തന്നത് എന്നാണ് പതി പറയുന്നത്. അപ്പോൾ പത്നി ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പത്നി എന്താ പറയുന്നത്? സച്മേ, റിയലി, ശരിക്കും, കിസ്ലിയെ, എന്തിനു വേണ്ടിയിട്ടാണ് കരഞ്ഞേ? അപ്പോൾ പതി എന്താ പറയുന്നത്? ഷായദ് വോ അപ്പിനെ പരിവാർമേം അക്കേലി കാംകാജി മഹിള ഹെ. ചിലപ്പോൾ അവളായിരിക്കാം ആ ഫാമിലിയിലെ ഒരേ വർക്ക് ചെയ്യുന്ന വ്യക്തി. ഉനേം ഏ ഷാൾ ബേച്ച്കർ അപ്ന ഗുസാര കർണ പട. ചിലപ്പോൾ ഈ ഷാൾ വിറ്റിട്ടാകാം അവൾ അവളുടെ ഫാമിലിയെ നോക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പം നമ്മുടെ പത്നി പറയണേ ബേച്ചാരി, പാവം. അപ്പോൾ പതി എന്താ പറയുന്നത്? മേരെ പിതാബി ട്രെയിൻ മേ ഷാൾ ബേച്ച്തേ ഹേ, ഇസ്ലിയെ മേം ഉസ്കാ ദർദ് സമജ് സക്താഹും. എൻ്റെ അച്ഛനും ഇതേപോലെ ട്രെയിനിൽ ഷാൾ വിൽക്കുന്ന ഒരാളായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇവരുടെ വിഷമങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പത്നി എന്താ പറയുന്നത്? ഏസാ കബി മത് കരുങ്കി, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇതാണ് ഈ പതിയും പത്നിയും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇതും കുറച്ച് ലോങ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു 2-3 ലൈൻസ്, ഡയലോഗ്സ് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഈസി ആയിട്ടുള്ളത് എന്തായാലും പഠിക്കണം. ഓക്കെ, തുടക്കം മുതൽ അവസാനം വരെ ഒരു പോയിന്റ്സും വിടാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗിറ്റ്കി എന്ന ചാപ്റ്ററിൽ നിന്ന് എക്സ്ട്രാ ഇനി ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഗിറ്റ്കി പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡയറി എന്തായാലും ഉണ്ടാവും, ഉണ്ടാകാം. അത് നിങ്ങൾ തമ്മിലുള്ള വാർത്താലാപം. ഓക്കെ, ഇത് പഠിച്ചെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ അത്രയാണ് ഗിറ്റ്കിയിലുള്ള എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ.